രാജ്യത്ത് മാധ്യമ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ. ഭരണഘടന ഉറപ്പു നൽകുന്ന മാധ്യമ സ്വാതന്ത്ര്യം തലങ്ങും വിലങ്ങും തകർക്കുകയാണ് മോദി സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി അടക്കം നൽകുന്ന ഉറപ്പുകളും തകർന്നു വീഴുമ്പോൾ മാധ്യമങ്ങളെ ഒന്നൊന്നായി പൂട്ടിക്കെട്ടുകയാണെന്ന് BJP ചെയ്യുന്നത്. അധികാരത്തിന്റെ ധാർഷ്ട്യം ഉപയോഗിച്ച് ഇന്ത്യ പാക് സംഘർഷത്തിന്റെ മറവിലാണ് BJP മാധ്യമ സെൻസർഷിപ്പ് നടപ്പിലാക്കുന്നത്. മോദി സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുകയും മറച്ചുവെച്ച വ്യാജ കണക്കുകൾ പലപ്പോഴും പുറത്തു കൊണ്ടുവരികയും ചെയ്ത മാധ്യമങ്ങളാണ് നടപടിക്ക് ഇരയായത്. ഏറ്റവും ഒടുവിൽ ഔട്ട്ലുക്ക് മാഗസിനും BBC ഉർദുവിനുമാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഇവയുടെ എക്സ് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്താണ് കേന്ദ്ര സർക്കാർ തീരുമാനമറിയിച്ചത്. സ്വതന്ത്ര ഓൺലൈൻ മാധ്യമമായ ദി വയർ വെബ്സൈറ്റിന് ഏർപ്പെടുത്തിയ വിലക്കിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തു. മക്തൂബ്, ദി കശ്മീരിയത്ത്, ഫ്രീ പ്രസ്, കശ്മീർ ഇന്ത്യ, അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദി മുസ്ലിം എന്നിവയുടെ എക്സ് അക്കൗണ്ടുകളും വിലക്കിയിരുന്നു. വിവിധ മാധ്യമങ്ങളുടെ 8000-ഓളം എക്സ് അക്കൗണ്ടുകളാണ് ഈ ദിവസങ്ങളിൽ നിരോധിച്ചത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ എക്സ് അക്കൗണ്ട് വഴിയുള്ള വാർത്തകൾ നിരോധിച്ച മാധ്യമങ്ങൾക്ക് ലഭ്യമാക്കരുത് എന്ന് കേന്ദ്രം നിർദ്ദേശിച്ചതായി എക്സ് അധികൃതരും വ്യക്തമാക്കുന്നു. ജനാധിപത്യ വിരുദ്ധ നടപടിയാണെങ്കിലും നിയമവ്യവസ്ഥയെ മാനിക്കുന്നതുകൊണ്ട് നിർദ്ദേശം പാലിക്കേണ്ടി വന്നുവെന്നും സർക്കാർ നിലപാട് കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നുമാണ് എക്സ് വെളിപ്പെടുത്തിയത്. മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വ്യാജ വാർത്തകൾ വസ്തുതാ പരിശോധന നടത്തി പുറത്തുവിട്ട സമാന്തര മാധ്യമങ്ങളുടെ എക്സ് അക്കൗണ്ടുകളാണ് സർക്കാർ വിലക്കിയത്. കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ വ്യാജവും സമൂഹത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ഉതകുന്നതുമായ വാർത്തകളെ തുറന്നുകാട്ടിയവയ്ക്ക് ഏർപ്പെടുത്തിയ വിലക്ക് മാധ്യമ അടിയന്തരാവസ്ഥയാണെന്ന് പ്രതിപക്ഷം പറയുന്നു. രാജ്യത്തെ OTT സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പാകിസ്ഥാനിലെ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഈ മാസം 8-നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. ഇത് സെൻസർഷിപ്പും 2015-ലെ ശ്രേയ സിംഗാൾ കേസിലെയും 20-ലെ അനുരാധ ബാസിൻ കേസിലെയും സുപ്രീം കോടതി നിലപാടുകളുടെ ലംഘനമാണെന്നാണ് ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ ചൂണ്ടിക്കാട്ടുന്നത്. ഔട്ട്ലുക്ക് ഇന്ത്യയുടെ എക്സ് അക്കൗണ്ട് മുന്നറിയിപ്പില്ലാതെയാണ് കേന്ദ്ര സർക്കാർ വിലക്കിയതെന്നും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എക്സിനും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനും കത്തെഴുതിയിട്ടുണ്ടെന്നും മാധ്യമ മേധാവികൾ പറയുന്നു. റഫാൽ ജെറ്റ് ഇടപാടിനെ കുറിച്ചുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് ദി വയറിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ഈ വാർത്ത ഒഴിവാക്കിയതിന് പിന്നാലെ വിലക്ക് നീക്കുകയും ചെയ്തു എന്നതാണ് രസകരമായ വസ്തുത. റഫാലിനെതിരായ വാർത്ത നീക്കം ചെയ്ത ശേഷം മന്ത്രാലയത്തെ അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഒഴിവാക്കുകയല്ലാതെ മറ്റു മാർഗമുണ്ടായിരുന്നില്ലെന്നും ദ വയർ പിന്നീട് വെളിപ്പെടുത്തുകയായിരുന്നു. നേരത്തെ സമാനമായ ചില കേസുകളിൽ ഏതൊക്കെ വാർത്തകൾ പ്രസിദ്ധീകരിക്കണമെന്നും നീക്കം ചെയ്യണമെന്നും മാധ്യമങ്ങളോട് പറയുന്നത് കോടതിയുടെ ജോലിയല്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടതും ഓർക്കേണ്ടതുണ്ട്.